Hey there, welcome back to Study Way. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ചെറിയൊരു ഓവർവ്യൂ തന്നല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്തുകൊണ്ടാണ് വാട്ട് ഇസ് സോ സ്പെഷ്യൽ അബൌട്ട് carbon that a separate branch of chemistry, namely organic chemistry, is entirely devoted to the study of its compound. അതൊരു ചോദ്യമാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും എന്തിനാണ് ഈ ഓർഗാനിക് കെമിസ്ട്രിക്ക് ഇത്രയും വലിയൊരു ബ്രാഞ്ചാക്കി കൺസിഡർ ചെയ്തിരിക്കുന്നത്? എല്ലാ എലമെൻസിനെ പോലെയും അവയും ഒരു കുറച്ച് കോമ്പൗണ്ട്സ് ഫോം ചെയ്തു, അത്രയല്ലേ ഉള്ളൂ? അല്ല, അത്രയല്ല. The answer to this question is mainly lie in the fact that the carbon atoms are able to bond together, forming long chains or rings or networks of all sizes. അത് വെറുതെ അല്ല, ഈ കാർബൺ ആറ്റത്തിന് മാത്രം പറ്റുന്ന ചില കഴിവുകളുള്ളതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓർഗാനിക് കെമിസ്ട്രിക്ക് ഇത്രയും വലിയൊരു സ്പെഷ്യാലിറ്റി ഉള്ളത്. അതായത് കാർബൺ കോമ്പൗണ്ട്സിന്, കാർബൺ ആറ്റത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അവയ്ക്ക് സ്വന്തമായിട്ടും മറ്റുള്ള എലമെൻസുമായിട്ടും സ്ട്രോങ് ആയിട്ടൊരു കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്തിട്ട് ഒരുപാട് നമ്പേഴ്സ് ഓഫ് ചെയിൻസും റിങ്സൊക്കെ ഫോം ചെയ്യാനുള്ളൊരു കഴിവ് കാർബൺ കോമ്പൗണ്ട്സിനുണ്ട്, കാർബൺ ആറ്റത്തിനുണ്ടെന്ന് പറയാം നമുക്ക്. ദ ടെൻഡൻസി ഓഫ് എൻ എലമെൻറ്റ് ടു ഫോം ബോണ്ട്സ് ബിറ്റ്വീൻ ഇറ്റ്സ് ഓൺ ആറ്റം ടു ഫോംസ് ചെയിൻ ഓഫ് ഇൻഡെഫിനിറ്റ് ലെങ്ത് ഓർ റിങ്സ് ഈസ് നോൺ ആസ് കാറ്റനേഷൻ. ഈ ഒരു സംഭവത്തിന് നമ്മുടെ വേർഡുണ്ട് കാറ്റനേഷൻ. അതായത് ഈ ടെൻഡൻസി, ഒരു എലമെൻറ്റിൻ്റെ ഒരു ടെൻഡൻസിയാണ്. അതായത് അതിന് സ്വന്തമായിട്ടുള്ള ഒരു ആറ്റത്തിനോടോ അല്ലെങ്കിൽ വേറൊരു ആറ്റത്തിനോട്, സ്വന്തമായിട്ടുള്ള ആറ്റത്തിനാണ് മെയിൻ, സ്വന്തമായിട്ട് ആറ്റത്തിനോട് ഒരു ടെൻഡൻസി എന്ത് ചെയ്യാനും, ബോണ്ട് ഫോം ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാക്കുക, അതിനെ നമ്മൾ കാറ്റിനേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഒരുപാട് ഒരു കാർബൺസിന് ഒരുപാട് എന്തുണ്ട്, ലോങ് ഫോംസ് ഓഫ് ചെയിൻസ് ഉണ്ട്. ഈ ലോങ് ഫോംസ് ഓഫ് ചെയിൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും കോമ്പൗണ്ട്സ് അത് ഫോം ചെയ്യാം. എത്രത്തോളം കോമ്പൗണ്ട്സ് അതിന് ഫോം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു ബ്രാഞ്ചായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതൊരു മെയിൻ റീസൺ ആണ്. ഇപ്പം നമുക്ക് പറയാവുന്നത് കാർബൺ ഹാസ് ഇറ്റ്സ് ക്യാപ്പബിലിറ്റി ഫോർ കാറ്റിനേഷൻ ത്രൂ ഫോർമേഷൻ ഓഫ് സ്ട്രോങ് കോവാലൻ്റ് ബോണ്ട്സ്. ഇത് ഫോം ചെയ്യുന്നത് സ്ട്രോങ് ആയിട്ടുള്ളൊരു കോവാലൻ്റ് ബോണ്ട് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു സിംഗിൾ കാർബൺ വെച്ചിട്ടുള്ളൊരു എലമെൻ്റാണ് മീഥെയ്ൻ. അതുമുതൽ ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് പോലെ DNA പോലുള്ള ബില്യൺസ് ഓഫ് കാർബൺ ആറ്റംസ് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യാനും ആരെ കൊണ്ട് കഴിയുന്നുണ്ട്? കാർബണിനെ കൊണ്ട് കഴിയുന്നുണ്ട്. നമുക്കറിയാം ഡയമണ്ട് ഈസ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് ദ കാർബൺ പ്യൂറസ്റ്റ് ഫോമാണ്. പക്ഷേ ഈ കാർബൺ മാത്രമേ അതിലുള്ളൂ ഡയമണ്ടിൽ. ഓക്കെ, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്? ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് അറേഞ്ച്മെൻറ്റായിട്ട് ഡയമണ്ടിൻ്റെ. അപ്പോൾ അതേപോലെയാണ് ഗ്രാഫൈറ്റിലും വെറും കാർബണേ ഉള്ളൂ. പക്ഷേ ഗ്രാഫൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് വേറെയാണ്. അതുകൊണ്ട് രണ്ടിൻ്റെയും ഫോംസ്, നമ്മൾ കാണുന്ന ഫിസിക്കൽ അപ്പിയറൻസ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. ഓക്കെ, ഇത് ഡയമണ്ട് കാണുന്ന ഷേപ്പിലല്ല നമുക്ക് ഗ്രാഫൈറ്റ് കാണുന്നത്. ഡിഫറെൻറ്റ് ഇൻ ഫിസിക്കൽ നേച്ചർ എൻറ്റയർലി അത് ഡിഫറെൻ്റ് ആണ് അല്ലേ. അതിൻ്റെ കളർ ആയിക്കോട്ടെ, അതിൻ്റെ സ്ട്രോങ്നെസ് ആയിക്കോട്ടെ, അതിൻ്റെ അപ്പിയറൻസ് ആയിക്കോട്ടെ, എല്ലാം അതും ഡിഫറെൻ്റ് ആണ്. ഈവൻ ദോ ദേ ആർ സെയിം ഇൻ കാർബൺ. അതാണ് തേർഡ് റീസൺ പറയുന്നത്. മില്യൺസ് ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ഈസ് വെറൈറ്റി ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് കാർബൺ ആറ്റംസ് പോസിബിൾ. വ്യത്യസ്ത രീതിയിൽ ഈ ആറ്റത്തിന് അറേഞ്ച് ചെയ്യാൻ കഴിയും. കാർബണിന് പല രീതിയിൽ അറേഞ്ച് ചെയ്യുക. ഈ പല രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ പല രീതിയിലാണിത് കാണപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ ഈവൻ ദോ ദേ ആർ സെയിം മോളിക്യുലർ ഫോർമുല ആണെങ്കിൽ പോലും ദേ ആർ ഡിഫറെൻറ്റ്. ഓക്കെ, വേറൊരു റീസൺ കൂടി പറയുന്നത് ഈ കാർബണിൻ്റെ ആറ്റത്തിനോട് മാത്രമല്ല വേറെ എലമെൻസിനോട് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രോങ് ആയിട്ടുള്ളൊരു കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യാൻ കഴിയും. അതായത് ഹൈഡ്രജൻ ആയിക്കോട്ടെ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ആൻഡ് ഹാലോജൻസ്, ഇവയോടൊക്കെ എന്ത് ചെയ്യാം? സ്ട്രോങ് കോവാലൻ്റ് ബോണ്ട്സ് ഫോം ചെയ്യാൻ കഴിയും. അപ്പോൾ ഒന്നുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ ആരെ കൊണ്ട് കഴിയുന്നുണ്ട്? കാർബൺ ആറ്റത്തിനെ കൊണ്ട് കഴിയുന്നത്. അപ്പോൾ മെയിൻ യുണീക്ക് നേച്ചർ ഓഫ് കാർബൺ ആറ്റംസ് എന്ന് പറയുന്നത് ദ ടെൻഡൻസി ഓഫ് എൻ എലമെൻറ്റ് ടു ഫോം ബോണ്ട്സ് ബിറ്റ്വീൻ ഇറ്റ്സ് ഓൺ ആറ്റം ടു ഫോം ചെയിൻസ് ഓർ ഇഫ് ഇൻഡെഫിനിറ്റ് ലെങ്ത് ഓർ റിങ്സ് ഈസ് നോൺ ആസ് കാറ്റിനേഷൻ. ഓക്കെ, കാറ്റിനേഷൻ ആണ് ഫസ്റ്റ് റീസൺ. അതിൻ്റെ സ്വന്തമായിട്ട് കാർബണിന് സ്വന്തമായിട്ട് വേറൊരു കാർബണിനോട് ബോണ്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടുതലാണ്. ഓക്കെ, മറ്റുള്ള എലമെൻറ്റ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓക്സിജൻ അത്ര വലിയ ടെൻഡൻസി ഇല്ല, നൈട്രജൻ ആ ടെൻഡൻസി ഇല്ല. പക്ഷേ കാർബണിന് അതിൻ്റേതായിട്ടുള്ള കാർബണോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അവർ തമ്മിൽ നല്ലൊരു ബോണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ ഇഷ്ടം പോലെ ആൾക്കാരാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് ആളുകൾ അവർ ഒരു ബോണ്ടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്.
മാത്രമല്ല അവർ സ്വന്തമായിട്ടുള്ള കൂടിയ ആൾക്കാരെ കൂട്ടുന്നുണ്ട്, ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും സൾഫറിനെയൊക്കെ കൂട്ടിയിട്ട് വേറെ വേറെ ബോൺസുകൾ ഉണ്ടാക്കുന്നുണ്ട്, അതും സ്ട്രോങ് ആണ്. ഓക്കെ, പിന്നെ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഫോം ചെയ്യാൻ കഴിയും. ഇതൊക്കെ ഒരു യുണീക്ക് നേച്ചർ ഓഫ് കാർബൺ ആറ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യമാണ് യുണീക്ക് നേച്ചർ ഓഫ് കാർബൺ ആറ്റത്തിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. നൗ ദിസ് ഓൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ യുണീക്ക് നേച്ചർ ഓഫ് കാർബൺ ആറ്റംസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.